സംവരണം ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നതാണ്. മൗലികാവകാശങ്ങളുടെ ഉപവകുപ്പുകളിൽ ഉൾപ്പെട്ട അരനൂറ്റാണ്ടിൻ്റെ കോടതി വ്യവഹാരങ്ങളും സങ്കീർണമായ ജുഡീഷ്യൽ ടെസ്റ്റും പാസ്സായി വന്നവയാണ്. അതിവിടെ ക്യാമ്പസ് മാഗസീനിലിരുന്ന് വിതുമ്പുന്ന സവർണ വേവലാതി പോലെയേ അല്ല. വെള്ളാനിക്കര കാർഷിക കോളേജിൽ KSU പുറത്തിറക്കിയ കോളേജ് മാഗസീനിൽ സംവരണ വിരുദ്ധമായ ഒരു ചിത്രം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെല്ലാവരും കൂടി മൊത്തം അവസരങ്ങളും തട്ടിയെടുക്കുന്നു എന്നാണ് കാർട്ടൂൺ പറയുന്നത്. സവർണരുടെ ജനറൽ കാറ്റഗറിക്കാർക്ക് ഇറ്റിറ്റായി ബാക്കി കൊടുക്കുന്നുവെന്ന്. സംവരണ വിരുദ്ധത മുഖ്യധാരയിലുള്ള ഒരു പൊതുബോധമാണ്. സ്കൂളിലും കോളേജിലും എന്ന് വേണ്ട സംവരണ വിരുദ്ധത സർവ്വയിടത്തുമുണ്ട്. സംവരണ വിരുദ്ധതകൾ എല്ലായ്പ്പോഴും തുലവും സംവരണ വിരുദ്ധതകൾ മാത്രമല്ല, അത് ദളിത് വിരുദ്ധ, ഗോത്രവർഗ വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ പ്രൊപ്പഗാൻഡകൾ കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇവിടുത്തെ SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ നേരിടുന്ന വെർബൽ അബ്യൂസുകളിൽ സംവരണം വഴി അവസരം തട്ടിയെടുക്കുന്നേ, കഴിവില്ലാത്തവർ എത്തുന്ന എന്ന ഒച്ചപ്പാട് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി എന്തിന് സംവരണം നൽകിയിരിക്കുന്നു എന്ന്, എന്തുകൊണ്ട് അതിന് ഭരണഘടനാ സാധ്യത ഉണ്ടായി എന്ന്, എന്തുകൊണ്ട് അത് ഹൈക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെയുള്ള എല്ലാ ഭരണഘടനാ ജുഡീഷ്യൽ ടെസ്റ്റുകളും പാസ്സായി എന്ന്, മെറിറ്റ് എന്നത് എന്തുകൊണ്ട് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുന്ന ഉത്തരക്കടലാസുകൾ മാത്രമല്ല എന്ന്, എന്തുകൊണ്ട് മെറിറ്റിന് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും ചരിത്രപരവുമായ മാനങ്ങളുണ്ടായി എന്നൊക്കെ KSU മാഗസീൻ്റെ കാർട്ടൂണിസ്റ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അധ്യാപകരിൽ, പോലീസിൽ, ജഡ്ജിമാരിൽ, മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരിൽ, സർവീസുകളിൽ, പാർലമെൻറ്റിൽ SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ സാന്നിധ്യം ഇന്നും കുറഞ്ഞ അളവിൽ പോലും ഇല്ല എന്ന ചോദ്യത്തിനുള്ള ഘടനാപരമായ ഉത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് കാർട്ടൂണിനെ ചർച്ചയ്ക്കെടുക്കാം.